എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ആക്ച്വലി എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു സ്റ്റീപ്പായിട്ടുള്ള ആരും ഇല്ലാത്ത ഒരു ഏരിയയിലെത്തി. ഫുൾ കരിങ്കല്ലാണ്. ഈശ്വര, ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. ഭഗവാനെ, വായോ വായോ. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട സുന്ദരമായ ഒരു ദക്ഷിണാഫ്രിക്കൻ ഗ്രാമം. ദക്ഷിണാഫ്രിക്കയിലെ ലിംപോപ്പോ പ്രവിശ്യയിലുള്ള മനി ഗ്രാമമാണിത്. പലപ്പോഴും നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് കാണാൻ പോകുന്നത്. പക്ഷെ ഇത് മൂന്നും അറിയാണ്ട് നമുക്കൊരു യാത്ര പോയാലോ? ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഗ്രാമം കാണാനാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ, അവിടുത്തെ രീതികൾ എന്താണ്, അവരുടെ സംസ്കാരം എന്താണ്, ഇതെല്ലാം നമുക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാക്കാം. നമസ്കാരം. സുഖമാണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ ഒരു യാത്ര പോവാട്ടോ. നമ്മൾ പുറപ്പെടാൻ പോവാണ്. നമ്മൾ പോണത് ദക്ഷിണാഫ്രിക്കയിലെ ഗ്രാമപ്രദേശമായ ലിംപോപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷേ രസകരമായ കാര്യം, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഈ ഗ്രാമപ്രദേശം കാണാനായിട്ട് ഞാനും വരണമെന്ന്. അപ്പോൾ ആ യാത്രയായിട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നുള്ളത്. എനിക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ കാണാം കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗ് പട്ടണത്തിൽ നിന്നും 500 കിലോമീറ്റർ ദൂരം, ഏകദേശം 5 മണിക്കൂറുള്ള യാത്ര. ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട എൻ്റെ ദക്ഷിണാഫ്രിക്കൻ സുഹൃത്തിൻ്റെ കസിൻ്റെ കല്യാണമാണ്. അത് നടക്കുന്നത് ലിംപോപ്പോയിലെ ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമവും കാണാം, കല്യാണവും കാണാം എന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ് ഞാൻ ഈ യാത്ര തിരിച്ചത്. പക്ഷേ യാത്ര അത്ര നേരം സുഖമായി പോയെങ്കിലും പിന്നീട് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൈവശം ആകെയുള്ളത് എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ആ ഒരു സ്ഥലത്തിൻ്റെ GPS കോർഡിനേറ്റ്സ് മാത്രമാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ ലിംപോപ്പോയിൽ ആ പറഞ്ഞ ലൊക്കേഷൻ അടുത്ത് വരെ എത്തിയിട്ടാണ്. ഇനി ആ കൂടി ഒരു 8 കിലോമീറ്ററും കൂടി ഉള്ളൂ. പക്ഷേ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ആക്ച്വലി എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു സ്റ്റീപ്പായിട്ടുള്ള ആരും ഇല്ലാത്ത ഒരു ഏരിയയിലെത്തി. ഫുൾ കരിങ്കല്ലാണ്. അപ്പോൾ കാർ കയറണില്ല ആ സ്ഥലത്ത്. എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ടും രക്ഷയില്ല. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഈ വഴി തന്നെയാണോ കയറി പോകേണ്ടത്, അതോ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോയെന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കണമല്ലോ. അപ്പോൾ പുള്ളീനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് വിളിച്ചിട്ട് കിട്ടണവരെ വെയിറ്റ് ചെയ്യാൻ പോവാം. അതേണ്ട നമുക്ക് നോക്കാം. ആക്ച്വലി എനിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാം. ചിലപ്പോൾ നമ്മുടെ യാത്രകളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് പോണ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു അവസ്ഥയാണ് എനിക്കും ഉണ്ടായത്. എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. 5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് ഇനി തിരിച്ചു പോകണമെന്നുള്ളൊരു ആലോചന മാത്രമായിരുന്നു മനസ്സിൽ. ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ആലോചന എൻ്റെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഞാൻ എത്തിച്ചേർന്ന ആ സ്ഥലം മനോഹരമായിരുന്നു. ഇത് നോക്കുക, ഇത് മനോഹരമായ ടണലുകളാണ്. 2 മല തുറന്നിട്ടാട്ടോ ഈ ടണൽ ഉണ്ടാക്കിയാണത്. ഹെൻഡ്രിക് ടണൽസ് എന്നാണ് ഈ ഒരു ടണലുകളുടെ പേര്. 1961 ഈ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സുഹൃത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളിലേക്ക് പോകണം. ഭയങ്കര മോശം റോഡാണ്. ഏകദേശം ഒരു ഭയങ്കര ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോൾ ഇതേ നമ്മൾ ഈ ടണൽ ഒരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. നമുക്ക് നോക്കാം പുള്ളി എപ്പോൾ വരും എന്നുള്ളത്. ഒരു 3-4 മിനിറ്റിനുള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ എൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളമുള്ള കാത്തിരിപ്പിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം നമ്മളെ നമ്മുടെ കാറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ആ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ്. വേണ്ട ഗോത്രത്തിലെ അദ്ദേഹത്തിൻ്റെ കസിൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. ലിംപോപ്പോ പ്രൊവിൻസിലുള്ള മനി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ആ ഒരു തിക്കും തിരക്കിനിടയിലാണ് നമ്മുടെ ഈ ഫോൺ കോളുകൾ അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോയത്. അതിന് അദ്ദേഹം കുറേ ക്ഷമ ചോദിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മനിയ ഗ്രാമമാണ്. കഴുതകളും ആടുകളും പശു ഇതൊക്കെയാട്ടോ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. തനി നാടൻ വീടുകൾ, ചുറ്റിനും മലയാണ്, നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ സപ്പോർട്ടും ചെയ്തോണം. അങ്ങനെ നമ്മൾ ആ കല്യാണ വീട്ടിലെത്തി കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ എവിടെയാ നിൽക്കണെന്നുള്ളത്. ഞാൻ വന്നിടണത് ലിംപോപ്പോയിലുള്ള ഒരു ഗ്രാമം കാണാനാണ്. അപ്പോൾ ഒരു ആഫ്രിക്കൻ ഗ്രാമം കാണാനാണ് നമ്മൾ വന്നേണത്. അപ്പോൾ ഇവിടുത്തെ ഒരു കല്യാണ വീടാട്ടോ ഇത്. കല്യാണ വീട്ടിൽ മുഴുവൻ ബന്ധുക്കളുണ്ട്, ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ My name is Konanani. And my son is Dobana. I'm from Mani village. Mani village. Mani village. Today is a special day, so there's some new friend here. ഭയങ്കര രസമാട്ടോ ഇവിടെ, ഭയങ്കര രസമാണ്. ഇത് മനിയ വില്ലേജിലാണ് നമ്മള്. ഇതൊക്കെ എനിക്കിവിടെ മനിയ വില്ലേജിൽ കിട്ടിയ ഫ്രണ്ട്സ് ആട്ടോ. മലയാളം മലയാളം നമസ്കാരം. Namaskaram. correct. They said like this. സുഖമാണോ പറ. സുഖമാണോ Samaro. സുഖമാണോ. Samaro. ആ ഗ്രാമത്തിൽ ചെന്ന് നമ്മളെ അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് വരവേറ്റത്. ഇന്ത്യക്കാരായ ആളുകൾ ആ ഗ്രാമത്തിൽ വരൽ വളരെ വിരളമാണ്. അപ്പോൾ നമ്മളെ കണ്ടതും അവർക്ക് ഭയങ്കര സന്തോഷവും ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ഓരോരുത്തർക്കും ഭയങ്കര ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത്. ഇത് ഒരു കല്യാണ വീടാണ്. നാളെ ഒരു കല്യാണം നടക്കാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു ചെറിയ വീടാണ്. മുഴുവൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് വേണ്ട. ഇതാട്ടോ ആ ഒരു കല്യാണ വീടിൻ്റെ ചുറ്റുപാട്. അപ്പോൾ ഇത് അവരുടെ വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ഹോളാണ്. ഹോളിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ചെറിയ ഇങ്ങനത്തെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെയാണ്. നല്ല കഴുക്കോലൊക്കെ ഇട്ട ഒരു മേൽക്കൂരയാണ്. ചെറിയ ഒരു തരം സീറോ ബൾബ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലത്തെ ലൈറ്റാട്ടോ. ഇത് അവരുടെ അടുക്കളയാണ്. നാളെ കല്യാണത്തിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ആ വച്ചേണത്. അത്യാവശ്യം നല്ല രീതിയിൽ കബോർഡുകളൊക്കെ എനിക്ക് കാണാമായിരുന്നു. ഈവൻ മോഡേൺ ഫെസിലിറ്റി ആയ മൈക്രോവേവ് ഓവനും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു ഗ്രാമമാണെങ്കിലും അത്യാവശ്യത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട്. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അവരുടെ ബെഡ്റൂമാണ്. അപ്പോൾ കിച്ചനും ഹോളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്കായിട്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന വീടുകളുടെ ചായ എനിക്ക് തോന്നിയായിരുന്നു. ഈ ഒരു ഇടനാഴിയും ആ ഒരു ബെഡ്റൂമുകളും കണ്ടപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്ന റൂമുകൾ, അത്യാവശ്യത്തിന് ഒരു ചെറിയ സൈസ് ബെഡ്. മറ്റൊരു ബെഡ്റൂമിൽ നിറച്ച് കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. കല്യാണത്തോടനുബന്ധിച്ച് വീട് നിറച്ചും ബന്ധുക്കൾ വന്നിട്ടുണ്ട്. ആ വീടിൻ്റെ പിന്നാമ്പുറത്തായിട്ട് ആ വീട്ടിൽ വന്നിട്ടുള്ള അതിഥികൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയുള്ള പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നത്തെ സുളു കല്യാണത്തിൽ ഞാൻ കാണിച്ചായിരുന്നു അവരുടെ ഒരു വിഭവമായ മൊക്കോഡു. അതും പിന്നെ അവർ അരിക്ക് പകരം കഴിക്കുന്ന, ചോറിന് പകരം കഴിക്കുന്ന പാപ്പം ആണ് അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലങ്ങളിലായിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ തന്നെയാട്ടോ ഈ ഒരു പാചകമൊക്കെ ചെയ്യുന്നത്. So what you cooking for today? Mukodu. Mukodu. Yeah. Mukodu And pap. pap. Yeah.
അപ്പോഴാണ് വീടിൻ്റെ മുന്നിലേക്ക് ഒരു വണ്ടി കയറി വന്നത്. ആ വണ്ടിയുടെ ബാക്കിലെ ഡിക്കിയിൽ മുഴുവനായിട്ട് ഇറച്ചിയാണ്. നാളത്തെ വിവാഹത്തിന് വേണ്ടി ഒരു പശുവിനെ ഇവർ അറുത്തായിരുന്നു. അതിൻ്റെ ഇറച്ചിയാണ് പാചകം ചെയ്യാനായിട്ട് ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇവർ അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ വീടിൻ്റെ ഉള്ളിലെ ഒരു ഹാളിലായിട്ട് ഇരിക്കുന്നത്. ഇവിടെ നാളെ ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. വെണ്ട ട്രൈബിൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ തിക്കും തിരക്കാണ്, എല്ലാവരും ഭയങ്കര ഓട്ടത്തിലാണ്. ഇവിടെ ഇന്ന് കാലത്ത് ഒരു പശുവിനെ അറുത്തായിരുന്നു. പശുവിനെ അറുത്ത ഇറച്ചി കേട്ടോ. നേരത്തെ ഇവർ വണ്ടിയിൽ ഒരു വണ്ടി നിറച്ചിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയാണ്. അത് കണ്ടു നമ്മൾ. ബാക്കിലായിട്ട് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു മൊക്കോടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. മൊക്കോടും പപ്പും ബാക്കിലായിട്ട് കുക്കിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ നിറച്ച് പിള്ളേരുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒന്നും തന്നെ പറയണത് കേൾക്കാനില്ല, ഒന്നും കേൾക്കാൻ തന്നെ ഇല്ല. കുറേ കുട്ടികളുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെയല്ല ഉറങ്ങാൻ പോകുന്നത്, കാരണം ഇവിടെ ഫുൾ തിരക്കാണ്. അവിടെ ഞാൻ പരിചയപ്പെട്ട ഇത്തിരി നേരം കൊണ്ട് തന്നെ വളരെയധികം സൗഹൃദം തോന്നിയ ചിലരെ എനിക്ക് ആഫ്രിക്കൻ ഡാൻസ് പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. ഞാനും വിട്ടില്ല, ഇന്ത്യൻ ഡാൻസ് ഞാൻ അവർക്കും പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്യുന്നതിനിടയിലും എൻ്റെ ചിന്ത, ഞാൻ ഇന്ന് ഈ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിൽ എവിടെയാണ് അന്തി ഉറങ്ങാൻ പോകുന്നത് എന്ന് സംശയമാണ്. എൻ്റെ സുഹൃത്ത് എനിക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ എവിടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. വളരെ ദൂരം യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, അത്രയ്ക്ക് ക്ഷീണമായിരിക്കും. പക്ഷേ ഈ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിൽ ഞാൻ എവിടെ കിടന്നുറങ്ങി എന്ന് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വ്ളോഗിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. എവിടെയാണ് കിടന്നുറങ്ങിയത്, എങ്ങനെയായിരുന്നു അനുഭവം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ദിസ് ഈസ് ഐശ്വര്യരാം സൈനിങ് ഓഫ് ഫ്രം AR360. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ. It's so beautiful. Bye guys. Bye. Next time. We love you.